എടുത്തിരിക്കണേ. അപ്പൊ നമുക്ക് കിട്ടിയത് ഒരു നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടാക്കിയാലോ, അതിന്റെ ചെടിച്ചട്ടി ഉണ്ടാക്കും നമ്മൾ വിചാരിച്ചു. അപ്പൊ നമുക്ക് മരണിന്റെ ഒരു ബോക്സ് കിട്ടി. നമുക്ക് കട്ട് ചെയ്തെടുത്താലോ. നമ്മളപ്പോ ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലിറ്റർ പേപ്പറിൽ ഒന്ന് കളർ ചെയ്തെടുക്കാം. നമ്മളപ്പോ ഇത് പീൽ ഓഫ് ചെയ്യാൻ പറ്റിയ ഗ്ലിറ്റർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മള് ഒരു ഗ്ലിറ്റർ പേപ്പർ ഇതുപോലെ 4 നോക്കിയാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത്. തിരിച്ചു കാണിച്ചേ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതൊന്ന് പീൽ ഓഫ് ഇവിടെ നിന്ന് പീൽ ഓഫ് ചെയ്തതിനു ശേഷം ഇതുമ്മലോട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളപ്പോൾ ഇത് പീൽ ഓഫ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ ഒട്ടിച്ചിട്ടില്ല, കാരണം നമ്മൾ ഇതുപോലെയാണ് ഹാങ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇനി അതിന്റെ അകത്ത് എന്ത് വെക്കണം? ഇതിന്റെ അകത്ത് നമ്മൾ വെക്കാൻ പോകുന്നത് തെർമോക്കോളാണ് വെക്കാൻ പോകുന്നത്. സ്റ്റെം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രീൻ സെലോ ടാപ്പ് ആണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്പിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചുരുട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി ചുരുട്ടിക്കാണാം. നല്ല ടൈറ്റിന് ചുരുട്ടണേ. നമ്മളപ്പോ സ്റ്റെം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ലീഫ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ക്രേപ്പ് പേപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്ത് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്? എന്ത് ഷേപ്പിലാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് പച്ച പേപ്പറാണ് കേട്ടോ. നമുക്ക് ഇല ഉണ്ടാക്കി കാണാം. നമ്മളപ്പോൾ ക്രേപ്പ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമ്മളപ്പോൾ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നമുക്ക് മടക്കി കാണാം. അതിനുശേഷം നമ്മൾ ഇത് ഡി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും. നിങ്ങൾ മോൾ ഭാഗത്ത് എത്താൻ നേരത്ത് അത് ശ്രദ്ധിക്കണം ഒന്നുകൂടി അല്ലേ? എന്താണ് കാര്യം? മോൾ ഭാഗം എങ്ങനെയായിരിക്കണം? അറ്റാച്ച് ചെയ്തിരിക്കണ ഭാഗമായിരിക്കണം മുകളിൽ വരേണ്ടത്. ഇതാ ഇവിടെ നോക്കിക്കേ, കാണിച്ചു കൊടുത്തേ. കണ്ടോ, ഇങ്ങനെ അറ്റാച്ച് ചെയ്തതും അറ്റാച്ച് ചെയ്യാത്ത ഭാഗം താഴ്ത്ത്, നിവർന്നിരിക്കുന്ന ഭാഗം താഴ്ത്തുമായിട്ട് വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തു. നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പൊ ഇങ്ങനെ സർക്കിൾ ഷേപ്പില് ലീഫ് വരും അല്ലേ? അപ്പൊ ഇതുപോലെ കുറെ ലീവ്സ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ ഒരു സ്റ്റെമ്മിലോട്ട് അറ്റാച്ച് ചെയ്തതാണ്. നമുക്ക് ഈ സ്റ്റെമ്മിലോട്ട് ലീവ്സ് വെക്കാം. ഇനി കുറച്ച് ഇറക്കി കൊടുക്കുക. ഇനിയുള്ളത് അതിലൂടെ നമ്മൾ ലാസ്റ്റ് ആണെടുത്ത് ഇങ്ങനത്തെ ചെറിയ ഇതുപോലത്തെ ലീവ്സ് ആണ് വരേണ്ടത്. അത് വലുതല്ലേ? അത് വേണ്ട, ആമി എടുത്തിരിക്കുന്നത് വേണ്ട, ചെറുത് മതി. ചെറുതോ? നമ്മളപ്പോ ഇതാ ഇങ്ങനെ സ്റ്റെമ്മ ഈ ലീവ്സ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചെടുക്കാം. നമ്മളപ്പോൾ ഇതിൻ്റെ അകത്ത് തെർമോക്കോളിന് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്ത് വേണം. നമ്മളിതാ ഇല എടുത്തിട്ടുണ്ട്. ഈ നമുക്ക് ഈ ഇല ഇതിലോട്ട് കുത്തി വെക്കാം. ഫൈനലി നമ്മുടെ ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇത്രക്കും കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ നോക്കിയത്. നമ്മളിതാ ഇതുപോലെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. നല്ല ഭംഗിയായിരിക്കും. വീട്ടിൽ ഓൾസോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ മറക്കാതെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണേ.